നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. ഇന്ന് വിവാദമായിരിക്കുന്ന ഒരു വിവാദ പുരുഷനുണ്ട് നമ്മുടെ കേരളത്തിൽ. വായിൽ തോന്നുന്ന എന്തും ആരെയും എവിടെയും എപ്പോഴും ഒന്നും നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു പരമ ചെറ്റ എന്ന് വേണമെങ്കിൽ അയാളെ വിളിക്കാം. എന്തെന്നാൽ ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. എന്തെന്നാൽ അത്രയും മോശമായ രീതിയിലെ പദം ഉപയോഗിച്ചാണ് അദ്ദേഹം രാജ്യത്തിന്, ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു മനുഷ്യനെ, രാജ്യത്തിന് തൻ്റെ ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് ഇന്ത്യക്കാരന്, ഓരോ ഇന്ത്യക്കാരനും ഇന്ന് നാം സംസാരിക്കുന്ന, നാം ജീവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന ആ വ്യക്തിയെ അധിക്ഷേപിച്ച് പറഞ്ഞ ഈ പരമ പുരുഷനെ, അതായത് വളരെ നല്ല മനുഷ്യൻ ശ്രീ പി.സി. ജോർജ് ആണ്. വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലെ ശുദ്ധനായ ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിലില്ല. ഇത്രയും മോശമായ രീതിയിൽ മനുഷ്യനെ സംസാരിക്കാനും തെറി പറയാനും ഈ പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ആരെ എന്തും പറയാം എന്നുള്ളൊരു മനോഭാവം വരും. അത് ഇദ്ദേഹത്തിനുമുണ്ട്, ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ വെള്ളാപ്പള്ളിക്കുമുണ്ട്, അതുപോലെ മറ്റു ചിലർക്കുമുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് അല്പം കൂടിയിരിക്കുകയാണ്. ഇപ്പൊ പൂഞ്ഞാറിൽ മത്സരിക്കാം എന്നാണ് പി.സി. ജോർജിന്റെ ധാരണ. അദ്ദേഹം രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് രണ്ട് പെൺകുട്ടികളുടെ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുകയാണ് അത്രേ. ഇയാൾക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഈ പരമ നല്ല മനുഷ്യൻ ആ വാക്ക് ഉപയോഗിച്ചത്. അതുപോലെ തന്നെയാണ് കുറെ കാലം മുമ്പ് മുസ്ലിങ്ങളുടെ തോളിലായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. മുസ്ലിങ്ങളുടെ തോളിൽ കയറി അവര് നാല് വഴിയിലും വളഞ്ഞിട്ട് പല രീതിയിലും കേസും കാര്യങ്ങളും ആയപ്പോൾ അവരിൽ നിന്നും മാറി പെൺകുട്ടികൾ 5, 10, 15 പെണ്ണം പ്രസവിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹത്തിന്റെ ടോൺ മാറ്റി. അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചീത്തവിളി കേട്ടതോടുകൂടി അത് മതിയാക്കി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. കുറെ കാലം ഒന്നുമില്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരുന്നപ്പോ എങ്ങനെയെങ്കിലും BJP കയറി. ഇപ്പോ സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് എന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്തെന്നാൽ ഇദ്ദേഹത്തിന്റെ മകനാണല്ലോ ഷോൺ ജോർജ്. അദ്ദേഹത്തിന് പോലും ഈ മനുഷ്യൻ ഒരു പാരയാണ്. ആ മനുഷ്യന് പോലും ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു പക്ഷേ ജയിക്കാം, അല്ല മത്സരിക്കാം എന്ന് വിചാരിച്ചാൽ പോലും കെട്ടിവെച്ച കാശ് പോലും ഈ അച്ഛനും മോനും കിട്ടില്ല. ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ പൂഞ്ഞാറിൽ നിന്നും വാരിക്കൂട്ടാൻ. കേരള രാഷ്ട്രീയത്തിലെ ചരിത്ര തോൽവിയായിരിക്കും ഇയാൾ അനുഭവിക്കാൻ പോകുന്നത്. ഒരു തർക്കവും വേണ്ട. ഒരു പക്ഷേ BJP പാർട്ടിക്കാർ ഈ മനുഷ്യന് എവിടെയെങ്കിലും സീറ്റ് കൊടുത്താൽ നിങ്ങളുടെ ഉള്ള വിലയും പോവും. കാരണം അത്രയും വൃത്തികെട്ട ഒരു ജന്തുവാണ്. നാളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് നിഷേധിച്ച് നോക്കൂ, നിങ്ങളെയും അയാൾ തിരിഞ്ഞ് ചീത്ത പറയും. അത്തരത്തിൽ ഒരു വിവരദോഷി എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഇങ്ങനെ ഈ രീതിയിൽ അദ്ദേഹം ചോദിച്ച വാക്കുകളാണ്. മഹാത്മാഗാന്ധി എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ഈ മനുഷ്യനില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത് ഗാന്ധി സമരം ചെയ്തത് കൊണ്ടൊന്നും അല്ല. എൻ്റെ പൊന്ന് ജോർജ് ചേട്ടാ, നിങ്ങളെ ജോർജ് ചേട്ടാ എന്നല്ല വിളിക്കേണ്ടത്, ജോർജ് നാറി എന്നാണ് വിളിക്കേണ്ടത്. കാരണം ഇന്ത്യയുടെ ചരിത്രം പോലും അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയുടെ ചരിത്രം പോലും അറിയാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു കുഞ്ഞിൻ്റെ അടുത്ത്, കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ പോലും ഇന്ത്യ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയെന്ന് അവര് പറയും. അതോ മനഃപൂർവ്വം ഇത് ഈ ഇപ്പം നിൽക്കുന്ന പാർട്ടിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രസ്താവനകളാണോ? കാരണം അവരുടെ എന്നും ശത്രുവാണല്ലോ ഗാന്ധിജി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി എന്നും താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ, ഇപ്പോൾ താങ്കൾ നിലവിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹം എതിരായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ രീതിയിൽ പറയാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കണ്ടേ ഗാന്ധിജിയെ കുറിച്ച്? അതൊന്ന് കേൾക്കാം. മാത്രവുമല്ല, ഈ ഓൺലൈനിൽ ഈ ചർച്ച നടത്തിയ ആ പയ്യനെയും തീവ്രവാദി എന്ന് വിളിച്ചു. അപ്പൊ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് സ്ഥിരതയില്ല എന്നാണ്. ഇയാളെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തിയാൽ, കേരളത്തിൽ ഇനി ഒരു സ്ഥലത്തും നിർത്തിയാൽ ഇയാൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടും. ആരും പ്രതീക്ഷിക്കണ്ട. ഏതെങ്കിലും മണ്ഡലത്തിൽ
ഈ മനുഷ്യനെ നിർത്തി മത്സരിപ്പിച്ചാൽ ഇദ്ദേഹം ഈ പിന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് ഒരു തുക കെട്ടിവെക്കുമല്ലോ, ആ കാശ് പോലും തിരിച്ചു കിട്ടില്ല. ആ അവസ്ഥയാണ് ഈ മനുഷ്യൻ ഇന്ന് ചെയ്തു വച്ചിരിക്കുന്നത്. ഗാന്ധിജി ലോകം ആദരിക്കുന്ന മനുഷ്യനാണ്, ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. ഇയാൾക്ക് ഒരു വിലയുമില്ല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, സ്വയം നാറിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നത് ആരാണ് കേൾക്കുന്നത്? അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം പാർട്ടിയെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രസ്താവനകളാണോ ഇതെല്ലാം? PC നാറി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്, വിചാരിക്കുന്നത്. എന്തെന്നാൽ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെയാണ് അദ്ദേഹം ഈ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് പറയാമെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോ ഇന്ത്യക്കാരനും, മറ്റ് സംസ്ഥാനങ്ങൾക്ക് നമ്മൾക്കറിയില്ല, ഓരോ മലയാളിക്കും പറയാൻ സാധിക്കും. അപ്പൊ ആ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം, അതിനുശേഷം തിരിച്ചു വരാം. റെക്കോർഡ് തോൽവിയായിരിക്കും PC ജോർജിന് ഉണ്ടാകുന്നത്. ഷാഫി നമസ്കാരം. നമസ്കാരം. ഷാഫി മറ്റൊരു ഓൺലൈൻ മീഡിയ ഉണ്ടായിരിക്കുന്ന സമയത്ത് എടുത്തൊരു ഇന്റർവ്യൂ ആണ് PC ജോർജിന്റെ ഒരു ഇന്റർവ്യൂ. അതിന്ന് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പേര് മാറ്റുന്നതിലാണ് പേര് മാറ്റുന്ന സൗകര്യം. ഗാന്ധിയുടെ ദൈവം തമ്പനല്ലോ, മഹാത്മാഗാന്ധി ദൈവം തമ്പനാണോ എനിക്കറിയത്തില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ആണല്ലോ. ബ്രിട്ടീഷുകാരൻ ഊമ്പി തിന്ന് ഈമ്പി നമ്മളെ കടിച്ച് ചെയ്ത് ഒന്നും ഇല്ലാതാക്കി മറ്റ് പരിച്ചൊന്നും കിട്ടാനില്ലാതെ ഇട്ടേച്ച് പോയതാണ്. അതിന് എന്നിട്ട് ഉടനെ തന്നെ നമ്മള് ഗാന്ധി സമരം ചെയ്ത് ഉണ്ടാക്കിയെന്നൊക്കെ മണ്ടത്തരം പറയാതെ നിങ്ങളെപ്പോലുള്ള ഷാഫിയെപ്പോലുള്ള ആളുകൾ മഠയത്തിലുള്ള ചെറുപ്പക്കാർ. ഗാന്ധിജിയോട് ഒന്നും ഒരു ചുക്കം ചെയ്യില്ല. എപ്പോഴാ വന്നേ? ആഫ്രിക്കയിൽ ചെന്ന് ചവിട്ട് മടിച്ചിട്ടുണ്ട്, അത് ശരിയാ. ആഫ്രിക്കയിൽ ചെന്ന് ചവിട്ട് മടിച്ചു, ഇവിടുന്ന് ആരും ചവിട്ടിയില്ല. ഇവിടെ പുള്ളി എന്നാ 2 പെങ്കൊച്ചുകളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോയതല്ലാതെ ഒരു ഉത്തരവും നമ്മളാരും ചെയ്തിട്ടില്ല. പുള്ളിയെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്നാ പറയുന്നത്, പുള്ളി ഇവിടെ വന്നിട്ട് ഞാൻ ആ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നു, എന്നാ വലിയ സമരമാ. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇട്ടേച്ചു പോയി. ബ്രിട്ടീഷുകാരന് വേണ്ടെന്നായി. അപ്പോൾ അയാൾ പറഞ്ഞത് കേട്ടല്ലോ, ഇതൊക്കെയാണ് ഈ മനുഷ്യന്റെ സംസാരം. അദ്ദേഹം പെൺകുട്ടികളുടെ തോളിൽ കൈയിട്ട് നടന്നു. അദ്ദേഹം എന്തോ ദൈവമാണോ? ബ്രിട്ടീഷുകാർ സർവ്വതും തിന്നു മുടിച്ചതിന് ശേഷം ഇവിടെ ഒന്നുമില്ല എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ കളഞ്ഞിട്ട് പോയതാണ്, അല്ലാതെ അവരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടി തന്നതല്ല. ഈ രാഷ്ട്രബോധമില്ലാത്ത, ഈ രാഷ്ട്രീയം അറിയാൻ പച്ച തെറി പറയുന്ന രാഷ്ട്രീയം, പച്ച കളവ് പറയുന്ന രാഷ്ട്രീയം, പച്ച നുണ പറയുന്ന രാഷ്ട്രീയം, എവിടെ എന്തും വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതാണ് പച്ച രാഷ്ട്രീയം എന്ന് ഓരോരുത്തരും പറയുന്നത്. ഓരോരുത്തരും ചില വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ അറിയില്ല. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ പറയുന്ന രീതിയിൽ സംസാരിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ രാഷ്ട്രീയം പറയാത്തത്. എനിക്കറിയുന്ന കാര്യങ്ങളാണ്, എൻ്റെ നിലപാടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോ PC ജോർജിനെതിരെ എൻ്റെ നിലപാടാണത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഈ രീതിയിൽ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഈ മനുഷ്യൻ പറയാമെങ്കിൽ ഈ മനുഷ്യനെ തിരിച്ചും പറയാം. ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്കും സംസാരിക്കാം. രാജ്യത്തിന്റെ ഒരു രാഷ്ട്രപിതാവിനെ ഈ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ എന്തുകൊണ്ട് പറയാൻ പാടില്ല ഈ മനുഷ്യനെതിരെ? കാരണം അദ്ദേഹത്തിന് ഇതിന്റെ 4ൽ 1 ഒരു കാലോ അരയോ മുക്കാലോ അങ്ങനെ ഒരു തരത്തിലും വില കൽപ്പിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, ഇപ്പോ ഈ വരുന്ന 27-ാം തീയതി കേരള സ്റ്റോറി സെക്കൻഡ് 2 റിലീസ് ചെയ്യണം. അപ്പോഴാണ് 10-32 പേരെ നിരത്തിക്കൊണ്ട് ഇതിന്റെ നിർമ്മാതാവും ഇതിന്റെ സംവിധായകനും കുറെ ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, 32 അല്ല 32 ലക്ഷോ അല്ലെങ്കിൽ 32 കോടിയോ കാണുമായിരിക്കാം. പല രീതിയിൽ പല ജാതിയിൽ മതത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ കഴിച്ചു പോയവരാണെന്ന്. അങ്ങനെയെങ്കിൽ ഇതിൽ ഒരു സ്ത്രീ പോലും കേരളത്തിൽ നിന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ന്യായമായ ചോദ്യത്തിന് എന്തുകൊണ്ട് ഇതിന്റെ നിർമ്മാതാവോ സംവിധായകനോ മറുപടി പറയുന്നില്ല? അവര് നടത്തുന്ന ചില വിഡ്ഢിത്തരമായ ചില വാക്കുകൾ, അതായത് കേരളത്തിന്റെ കേരള സ്റ്റോറി എന്ന ആദ്യത്തെ സിനിമ അത് കേരളത്തിൽ നടന്ന സംഭവം തന്നെയാണ്. എവിടെയാണ് നടന്നത്? എപ്പോഴാണ് നടന്നത്? എങ്ങനെയാണ് നടന്നത്? ഒരു സിനിമ ഇറക്കി നിരൂപിക്കാമെന്ന് താങ്കൾ വിചാരിച്ചോ? ആണോ? അങ്ങനെ വല്ലതും തന്നെയാണോ? അങ്ങനെ ഒന്നുമല്ല. അപ്പോ അതിന്റെ സെക്കൻഡ് ഇറക്കിയപ്പോ എന്തിനാണ് നിങ്ങൾക്ക് ഈ 32 പേരെയും ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒറീസയിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നും ഒക്കെ സ്ത്രീകളെ കൊണ്ടുവന്ന് വേദിയിലിരുത്തിയിട്ട്
നിങ്ങൾ എങ്ങനെയാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടത്? കേരള സ്റ്റോറി എന്ന പേര് വെച്ച് ഇന്ത്യയിലെ ഏത് വിധേയം എടുത്താലും ഏത് രീതിയിലെടുത്താലും നമ്പർ 1 സ്റ്റേറ്റായ ഈ കേരളത്തിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ബീഫ് എന്ന പേരിട്ടതിന്റെ പേരിൽ എത്രയോ കട്ട് ആ സിനിമയ്ക്ക്, അതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു. സീത എന്ന പേര് എവിടെയോ അതിന്റെ നാമം കൊടുത്തപ്പോൾ ഏതോ ഒരു പേര് കൊടുക്കുന്നതിനിടയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ സീത എന്ന് വരും, ആയതിനാൽ ആ പേര് മാറ്റണം എന്ന് പറഞ്ഞ് ആ സിനിമ തടഞ്ഞ് അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ സെൻസർ ബോർഡ്, എങ്ങനെയാണ് കേരളത്തിൻ്റെതല്ലാത്ത ഒരു പേര്, കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവത്തിന് കേരളം എന്ന പേര് വെച്ച് ഒരു സിനിമ ഇറക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം അപമാനിക്കുക എന്നുള്ളതാണ്. ആ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ ആ പറഞ്ഞത് 32 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ നോക്കൂ, ഇവർക്ക് സംഭവിച്ച അനുഭവങ്ങളാണ് ഞങ്ങൾ വരച്ചു കാട്ടിയതെന്ന്. അതിന് കേരള സ്റ്റോറി എന്ന പേരിടണോ? അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ വരുന്ന 27-ാം തീയതി പേര് മാറ്റണം എന്ന് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകൻ 27-ാം തീയതി റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമയുടെ പേര് മാറ്റണം എന്ന് ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് കൊടുത്തു. അപ്പോ അങ്ങനെ ഇരിക്കവേ നിങ്ങൾക്ക് എങ്ങനെ അതിന് ഈ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച്, ഇതിനെക്കുറിച്ച് കേരളത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും നടന്ന ഒരു സർവേ നടത്തിയിട്ടുണ്ടോ? ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ബീഫും പൊറോട്ടയും വേണ്ട എന്ന് പറയുമോ? അങ്ങനെ പറയാത്ത ഒരു സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ്? കേരള സ്റ്റോറി 2ാം ഭാഗത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ലവ് ജിഹാദിനിരയായവർ എന്ന പേരിൽ 38 പേരെയാണ് അണിയറക്കാർ ഇന്നലെ ഹാജരാക്കിയത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഇവർ പറയുന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരാൾ പോലും ഇല്ലാതിരിക്കെ കേരള സ്റ്റോറി എന്ന പേര് എന്തിനു നൽകി എന്നതാണ് ചോദ്യം. हमको ये बताना था कि सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है. सर, इसमें कोई विक्टिम केरला की तो नहीं थी? यहाँ हम लेके नहीं आए क्योंकि पिछली बार विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए. इसकी वजह से इस बार नहीं लेके आए. കേരള സ്റ്റോറിയുടെ 1ാം ഭാഗത്തിനാണ് കേരള ബന്ധമെന്ന് സംവിധായകനും നിർമ്മാതാവും സമ്മതിച്ചു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ എന്തിന് അപമാനിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. Sir, Kerala is number 1 in education and health. Yes, I said you are insulting Kerala. No, not at all. But you produce the ladies from Maharashtra, Rajasthan, Bihar. But sir, in Supreme Court, but the sender itself submit there is no love jihad. You are against the Supreme Court. No, it's not about Supreme Court. The court के judgments में लिखे हुए हैं, observations में लिखे हुए हैं. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു നിർമ്മാതാവ് വിപുൽ ഷായുടെ മറുപടി. You are going to be blind towards a problem in your state, which is a wonderful state. You are destroying the state. You are responsible, not us. അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അപമാനിച്ച PC ജോർജിനെതിരെ നിയമ നടപടി ഉണ്ടാവണം. അദ്ദേഹത്തെ നിർബന്ധമായും ഇനി അങ്ങനെ ഒരു നേതാവിനെ കുറിച്ചും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ചും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് ബോധമില്ലാതെ, തലയ്ക്ക് വെളിവില്ലാതെ, തലയ്ക്ക് സ്ഥിരതയില്ലാതെ പലതും വിളിച്ചു പറയുന്ന ഈ വ്യക്തിക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ ശരിക്കും ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്ന ഒരാള്, അയാള് 30-35 വർഷക്കാലം പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ച MLA ആയിരുന്ന ഒരാള്. അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും PC ജോർജിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനം കേരള രാഷ്ട്രീയത്തിലുണ്ട്. ആ ഒരു നിലയിൽ നിന്ന് മാറി PC ജോർജ് പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ച് വീണ്ടും പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് PC ജോർജ് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ് പൂഞ്ഞാറിൽ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു.
അപ്പോൾ ഇത്തവണ PC ജോർജിന്റെ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും PC ജോർജിനെ സമീപിക്കുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നതും. അങ്ങനെ ഇദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിച്ചു. ഇദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഗാന്ധിക്കെതിരെ നടത്തിയത്. ഗാന്ധിക്കെതിരെ മാത്രമല്ല എനിക്കെതിരെ നടത്തിയത്. ഷാഫിയെ വർഗീയവാദി എന്ന് വിളിച്ചു. എന്നെ ഒരു തീവ്രവാദി എന്ന് വിളിച്ചു അവസാനം. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാനിത് ചോദിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോഴാണ് അദ്ദേഹം എടുത്ത വായിൽ എന്നോട് ചോദിക്കുന്നത്, എന്തേ ഗാന്ധി എന്തേ ദൈവം തമ്പുരാനാണോ? അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നേതാവല്ലേ, എങ്ങനെ സ്വാതന്ത്ര്യം നേടിത്തന്നു? ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച്, പിന്നെ അദ്ദേഹം ഒരു പറയാൻ പറ്റാത്തൊരു ഭാഷ അങ്ങനെ പോയ ഒരാളാണ്. അപ്പൊ ആ ഗാന്ധിയുടെ പേര് മാറ്റുന്നതിൽ എന്താണ് പ്രശ്നം? എന്നിട്ട് പിന്നെ അദ്ദേഹം ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ഇദ്ദേഹം കുറെ മഹത്വവൽക്കരിച്ചിട്ട്, അതായത് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയെ കുറിച്ചൊക്കെ മഹത്വവൽക്കരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം അതിനേക്കാൾ വലിയൊരു സംഗതി അതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 3000-ലധികം പെൺകുട്ടികൾ ലവ് ജിഹാദിൽ പെട്ടുപോയിന്നുണ്ട്. ആത്യന്തികമായിട്ട് അദ്ദേഹത്തോട് ഞാൻ തെളിവ് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് പറയാനായിട്ടുള്ള എന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇതിൽ തെളിവൊന്നും തരാനായിട്ടില്ല, അങ്ങനെ തെളിവ് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. മറ്റേ കൈരേഖയാണ്. അതായത് ഇദ്ദേഹം ഈ ഒരു വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വൈറലാകുമെന്നുള്ള ഒരു മൈൻഡാണ് ഇദ്ദേഹത്തിനുള്ളത്.